നമസ്കാരം. ഇന്ന് നമ്മൾ ടീമെക്സ് റീറ്റെയിൽ ലിമിറ്റഡ് അഥവാ ടീമെക്സ് റീറ്റെയിൽ ലിമിറ്റഡ് അവരുടെ 2025-ലെ ബിസിനസ് പ്ലാനിനെക്കുറിച്ച് ഒന്ന് വിശദമായി സംസാരിക്കാൻ പോവുകയാണ്. അതെ, നമ്മുടെ കയ്യിലുള്ളത് ഒരു യൂട്യൂബ് വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അതിലെ വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ശരി. പ്രധാനമായും ഈ ബിസിനസ് മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിലെ വരുമാന സാധ്യതകൾ, ഇതിൻ്റെ ഒരു ഘടനയൊക്കെ മനസ്സിലാക്കുക. അതാണ് ലക്ഷ്യം. തീർച്ചയായും ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാകാം ഇത്തരം പ്ലാനുകളെപ്പറ്റി. അതെ, ഒരുപക്ഷെ നിങ്ങളിതിൽ ചേരാൻ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പൊതുവെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതികളോട് ഒരു ആകാംക്ഷയുണ്ടാവാം. അതെ അതെ. അപ്പോൾ എന്തായാലും നമുക്കിതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതൊന്ന് നോക്കാം. ഓക്കെ, ശരി, അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ ഇതിലെങ്ങനെയാണ് ഒരാൾക്ക് പങ്കാളിയാകാൻ കഴിയുന്നത്? ടീമെക്സിൽ ചേരുന്നത് എങ്ങനെയാണ്? ഇതിൽ രജിസ്ട്രേഷൻ സൗജന്യമാണെന്നാണ് പറയുന്നത്. അത് ശരി, ഫ്രീ രജിസ്ട്രേഷൻ. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്. രജിസ്റ്റർ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ 1000 ബിസിനസ് വോളിയം, അതായത് BV വരുന്ന പ്രോഡക്ട്സ് വാങ്ങണം. ഓക്കെ, അപ്പോൾ വെറുതെ രജിസ്റ്റർ ചെയ്താൽ പോരാ. അതെ, ആക്റ്റീവ് ആകണമെങ്കിൽ ഈ പർച്ചേസ് നിർബന്ധമാണ്. അതെ, നിർബന്ധമാണ്. ആ പർച്ചേസിലൂടെയാണ് ID ആക്റ്റീവ് ആകുന്നതും നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതും. ശരി, അപ്പോൾ ഈ 1000 BVക്ക് ഏകദേശം എത്ര രൂപ വരും? അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അത് ഉൽപ്പന്നങ്ങൾക്കനുസരിച്ച് മാറും. പക്ഷേ ഏകദേശം ഒരു 2000-2500 രൂപ റേഞ്ചിൽ വരാമെന്നാണ് പൊതുവെ കാണുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആക്റ്റീവായി കഴിഞ്ഞു. ഇനി വരുമാനം അതെങ്ങനെയാണ് വരുന്നത്? ആഴ്ചതോറുമാണ് പേ ഔട്ട് എന്ന് കേട്ടു. അതെ, പേ ഔട്ട് വീക്ക്ലി ആണ്. എന്താണ് ആദ്യത്തെ വരുമാനം? ആദ്യത്തേത് ഡയറക്റ്റ് സെല്ലർ ഇൻസെന്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട്, അതായത് നേരിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർ ഈ പറയുന്ന 1000 BV പർച്ചേസ് ചെയ്യുമ്പോൾ ആ BVയുടെ 20% നിങ്ങൾക്ക് കിട്ടും. അതായത് ഞാൻ എന്നൊരാളെ ചേർത്തു, അയാൾ 1000 BVക്ക് പർച്ചേസ് ചെയ്തു, അപ്പോൾ എനിക്ക് 200 രൂപ കിട്ടും. അതെ, കറക്റ്റ്. അതുപോലെ B എന്നൊരാളെയും 1000 BVക്ക് ചേർത്താൽ അയാളിൽ നിന്നും 200 രൂപ, അപ്പൊ ആകെ 400 രൂപ. അത് സിമ്പിളാണ്. പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ, മാച്ചിങ് ഇൻസെന്റീവ്. അത് കുറച്ചുകൂടി എന്താ അത്? അവിടെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതൊരു ബൈനറി പ്ലാനാണ് സാധാരണയായി ഇത്തരം കമ്പനികളിൽ കാണുന്നത്. ബൈനറി? അതെ, അതായത് നിങ്ങളുടെ കീഴിൽ 2 ടീമുകൾ അല്ലെങ്കിൽ 2 ലെഗുകൾ ഉണ്ടാകും. ഒരു ലെഫ്റ്റ് ടീം A ടീം, ഒരു റൈറ്റ് ടീം B ടീം എന്ന് വെക്കാം. ശരി. ഈ 2 ടീമുകളിലും നടക്കുന്ന ബിസിനസ് വോളിയം, അതായത് BV, തമ്മിൽ മാച്ച് ആവുമ്പോൾ കിട്ടുന്നതാണ് മാച്ചിങ് ഇൻസെന്റീവ്. ഓക്കെ, അപ്പോ നേരത്തെ ഉദാഹരണത്തില് A 1000 BV ചെയ്തു, Bയും 1000 BV ചെയ്തു. ഇത് തമ്മിൽ മാച്ച് ആവല്ലോ? അതെ, 1000 BV മാച്ചായി. അപ്പോ എന്ത് കിട്ടും? ആ മാച്ചായ 1000 BVയുടെ 20% കൂടി കിട്ടും. അതായത് 200 രൂപ കൂടി. അപ്പോ ഡയറക്ട് സെല്ലിങ്ങിന്റെ 400 രൂപയും ഈ മാച്ചിങ്ങിന്റെ 200 രൂപയും ചേർത്ത് ആകെ 600 രൂപ. അതെ, ആ ഒരു സിനാരിയോയിൽ 600 രൂപയാണ് ആദ്യത്തെ വരുമാനം. ശരി, ഇനിയിപ്പോ ഒരു ലെഗില് കൂടുതൽ BV വന്നാൽ എന്ത് സംഭവിക്കും? മറ്റേ ലെഗില് അത്രയുമില്ലെങ്കിൽ? നല്ല ചോദ്യമാണ്. അതാണ് ഈ ബൈനറി സിസ്റ്റത്തിലെ ഒരു പ്രധാന പോയിന്റ്. കൂടുതൽ BV ഉള്ള ലെഗിലെ അധികമുള്ള BV അത് നഷ്ടപ്പെട്ടു പോകില്ല. ഓഹോ. അത് അടുത്ത ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ അടുത്ത പേ ഔട്ട് സൈക്കിളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അത് കൊള്ളാം. പക്ഷേ മാച്ചിങ് നടക്കണമെങ്കിൽ 2 ലെഗിലും BV വരണം. ഒരു ലെഗിൽ മാത്രം BV വന്നാൽ മാച്ചിങ് ഇൻകം കിട്ടില്ല. മനസ്സിലായി, 2 ലെഗും ആക്റ്റീവ് ആയിരിക്കണം. അതെ. ഈ തുടക്കത്തിലെ പുതിയ ആളുകളെ ഒന്ന് ഉഷാറാക്കാൻ എന്തെങ്കിലും ഓഫറുകൾ, ഫാസ്റ്റ് സ്റ്റാർട്ട് ബോണസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ? ഉണ്ട്. പുതിയ ആളുകളെ പെട്ടെന്നൊരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രോത്സാഹനങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ട്രാൻസ്ക്രിപ്റ്റില് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഫാസ്റ്റ് സ്റ്റാർട്ട് റണ്ണർ. അതെ, നിങ്ങൾ ചേർന്ന് 15 ദിവസത്തിനുള്ളിൽ 1000 BV മാച്ച് ചെയ്താൽ, അതായത് നേരത്തെ പറഞ്ഞ 600 രൂപ കിട്ടുന്ന അവസ്ഥ. ആ 600 രൂപയ്ക്ക് പുറമെ 699 രൂപ വിലയുള്ള ഒരു CMD ഡ്രോപ്പ് എന്ന പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻകത്തിന് പുറമെ ഒരു പ്രോഡക്റ്റും? അതെ, ഏകദേശം 1300 രൂപയുടെ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നു. മറ്റേതോ, വിന്നർ എന്നും കേട്ടല്ലോ? ഫാസ്റ്റ് സ്റ്റാർട്ട് വിന്നർ. അതും 15 ദിവസത്തിനുള്ളിൽ തന്നെ. പക്ഷെ അവിടെ 2000 BV മാച്ച് ചെയ്യണം. ഓക്കെ, ഡബിൾ. അതെ,
അപ്പോൾ സാധാരണ കിട്ടുന്ന പേ ഔട്ട് 2000 BV സ്പോൺസറിങ്ങും മാച്ചിങ്ങും വരുമ്പോൾ ഏകദേശം 1200 രൂപ. അതിനു പുറമെ നേരത്തെ പറഞ്ഞ CMD ഡ്രോപ്പും 699 രൂപ. അതോടൊപ്പം 599 രൂപയുടെ ഒരു മൾട്ടി വിറ്റമിൻ ഗമ്മിയും ഫ്രീ ആയി കിട്ടും. കൊള്ളാം. അപ്പോൾ ഏകദേശം 2500 രൂപയും എടുത്ത് ബെനിഫിറ്റ് കിട്ടും അല്ലേ? ശരിയാണ്. ഇത് പുതിയ ആളുകൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കാണിക്കാനും അവരെ ആക്റ്റീവായി നിലനിർത്താനും സഹായിക്കും. ഒരു ക്വിക്ക് വിൻ സ്ട്രാറ്റജി. അത് നല്ലൊരു തന്ത്രം തന്നെ. ശരി, ഈ ആദ്യത്തെ വാങ്ങലും ഫാസ്റ്റ് സ്റ്റാർട്ടുമൊക്കെ കഴിഞ്ഞു. പിന്നെ സ്ഥിരമായിട്ട് ആളുകൾ പ്രോഡക്റ്റ് വാങ്ങില്ലേ? അതിനെന്തെങ്കിലും ഓഫർ, കൺസിസ്റ്റൻസി ഓഫർ അല്ലെങ്കിൽ CNC? ഉണ്ട്. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. റീപർച്ചേസ്, അതായത് ആദ്യത്തെ പർച്ചേസിന് ശേഷം സ്വന്തം ഐഡിയിൽ വീണ്ടും സാധനങ്ങൾ വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഓഫറാണിത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 2 ഓപ്ഷനുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ 1, തുടർച്ചയായിട്ട് 3 മാസം എല്ലാ മാസവും 500 BVക്ക് പർച്ചേസ് ചെയ്യുക. 500 BV ഏകദേശം എത്ര രൂപ വരും? ഒരു 1200 രൂപയൊക്കെ വരാം മാസം. അപ്പോ 3 മാസം കൊണ്ട് ഏകദേശം 3600 രൂപയുടെ പർച്ചേസ്. അങ്ങനെ ചെയ്താൽ 4ാമത്തെ മാസം നിങ്ങൾ ആകെ വാങ്ങിയ തുകയുടെ 20% വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് 720 രൂപയുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, സ്ഥിരമായി വാങ്ങുന്നതിനൊരു ബോണസ് പോലെ. അതെ. ഇനി ഓപ്ഷൻ 2 ഉണ്ട്. അതെന്താണ്? അത് തുടർച്ചയായി 3 മാസം 1000 BV വീതം പർച്ചേസ് ചെയ്യുന്നതാണ്. അതായത് മാസം ഏകദേശം 2500 രൂപ വെച്ച് ആകെ 7500 രൂപയുടെ പർച്ചേസ്. അതിനെന്താണ് ബെനിഫിറ്റ്? അവിടെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. ആകെ വാങ്ങിയ തുകയുടെ 33%, അതായത് 2500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ലഭിക്കും. കൊള്ളാം. 33% എന്ന് പറയുമ്പോൾ നല്ല ഓഫറാണല്ലോ. തീർച്ചയായും. ഇത് കസ്റ്റമർ ലോയൽറ്റി കൂട്ടാനും സ്ഥിരമായി ഒരു ബിസിനസ് വോള്യൂം കമ്പനിക്ക് ഉറപ്പാക്കാനും സഹായിക്കും. വാങ്ങുന്നയാൾക്കും ലാഭമാണ്. ശരി. അപ്പോൾ ഇതാണ് റീപർച്ചേസ് ചെയ്യുന്നവർക്കുള്ള നേരിട്ടുള്ള ബെനിഫിറ്റ്. ഇനി ഈ റീപർച്ചേസുമായി ബന്ധപ്പെട്ട് ടീമിൽ നിന്ന് വരുമാനം കിട്ടുന്ന പ്ലാൻ, അതാണല്ലോ പ്രധാനം. അതെ, അതാണ് ശരിക്കുള്ള ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. അവിടെയാണ് പലതരം ഇൻസെന്റീവുകൾ വരുന്നത്. അതെന്തൊക്കെയാണ്? ആദ്യത്തെ പ്രധാനപ്പെട്ട റീപർച്ചേസ് ഇൻകം ഏതാണ്? അത് സൂപ്പർ സപ്പോർട്ടീവ് ഇൻസെന്റീവ് എന്നാണ് അറിയപ്പെടുന്നത്. സൂപ്പർ സപ്പോർട്ടീവ്. ഇത് കമ്പനിയുടെ ആ മാസത്തെ ടോട്ടൽ ടേൺ ഓവർ, അതായത് CT, അതിന്റെ 25% നീക്കിവെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ. അതെങ്ങനെയാണ് കിട്ടുക? നിങ്ങളുടെ ടീം Aയിലും ടീം Bയിലും 2500 BV വീതം റീപർച്ചേസ് നടക്കുമ്പോൾ, അതായത് 2500 BV മാച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. 1 പോയിന്റ്. ഈ പോയിന്റിന് എന്ത് മൂല്യമുണ്ട്? ട്രാൻസ്ക്രിപ്റ്റിൽ പറയുന്നത് 1 പോയിന്റിന് ഏകദേശം 220 രൂപ മൂല്യം വരുമെന്നാണ്. ഏകദേശം? അതെ, ഏകദേശം. കാരണം ഈ പോയിന്റ് വാല്യൂ എല്ലാ മാസവും ഒരുപോലെ ആകണമെന്നില്ല. അതെന്താ അങ്ങനെ? കാരണം ഇത് ആ മാസത്തെ കമ്പനിയുടെ മൊത്തം ബിസിനസ് എത്ര നടന്നു എന്നതിനെയും ഈ ഇൻസെന്റീവിന് എത്ര പേര്, അതായത് എത്ര പോയിന്റുകൾ യോഗ്യത നേടി എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോ കമ്പനിയുടെ പ്രകടനം നമ്മുടെ വരുമാനത്തെ ബാധിക്കും? തീർച്ചയായും. ഇത് 500 പോയിന്റ് വരെ ഒരാൾക്ക് ഒരു മാസം നേടാം എന്നും പറയുന്നുണ്ട്. ശരി. ഇതിനോട് ചേർന്ന് മറ്റെന്തെങ്കിലും? ഉണ്ട്. ഡയറക്റ്റ് സെല്ലർ ഇൻസെന്റീവ്. ഇത് റീപർച്ചേസിലുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെയൊന്ന്. അതെ. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. നിങ്ങൾ നേരിട്ട് സ്പോൺസർ ചെയ്ത ആളുകളുണ്ടല്ലോ, അവർ ഈ സൂപ്പർ സപ്പോർട്ടീവ് ഇൻസെന്റീവിലൂടെ എത്ര രൂപ നേടുന്നുവോ അതിന്റെ 15% നിങ്ങൾക്കും കിട്ടും. ഓഹോ, അപ്പൊ ഞാൻ ചേർത്ത ആള് വരുമാനമുണ്ടാക്കിയാൽ എനിക്കും കിട്ടും? അതെ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഡയറക്റ്റ് ഡൗൺലൈൻ 1,00,000 രൂപ സൂപ്പർ സപ്പോർട്ടീവ് ഇൻസെന്റീവിലൂടെ നേടിയാൽ നിങ്ങൾക്ക് 15,000 രൂപ കിട്ടും. ഇത് കൊള്ളാമല്ലോ. അപ്പൊ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതൊരു നല്ല പ്രോത്സാഹനമാണ്. തീർച്ചയായും. ടീം വർക്കിന് പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങളുടെ ടീം വളർന്നാലേ നിങ്ങളും വളരൂ എന്നൊരു ആശയം. ശരി. ഇനി അടുത്ത ലെവൽ ഇൻസെന്റീവുകളിലേക്ക് പോയാലോ? ലീഡർഷിപ്പ്, ടൂർ ഫണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതെ. സൂപ്പർ സപ്പോർട്ടീവിന് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ BV മാച്ച് ചെയ്യേണ്ടതായി വരും. അടുത്തത് ലീഡർഷിപ്പ് ഇൻസെന്റീവാണ്. അതിനെത്ര BV വേണം? അതിന് 5000 BV മാച്ച് ചെയ്യണം. അപ്പോൾ 1 പോയിന്റ് കിട്ടും. ഈ പോയിന്റിനും വാല്യൂ വ്യത്യാസപ്പെടുമോ? സാധ്യതയുണ്ട്. ഇത് കമ്പനി ടേൺ ഓവറിന്റെ 7% വെച്ചാണ് കണക്കാക്കുന്നത്. 1 പോയിന്റിന് ഏകദേശം 225 രൂപ എന്ന് പറയുന്നു. ഓക്കെ.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 5000 BV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ലീഡർഷിപ്പ് പോയിന്റ് മാത്രമല്ല കിട്ടുന്നത്. പിന്നെയോ? നിങ്ങൾക്ക് 2 സൂപ്പർ സപ്പോർട്ടീവ് പോയിന്റുകളും 2500 BV വെച്ച് കിട്ടും. അപ്പോൾ ഇൻകം കൂടും. അത് ശരിയാണ്. ഒന്നിനു മുകളിൽ ഒന്നായി വരും. അതെ. അതുപോലെ ബിസിനസ് ബൂസ്റ്റർ ഇൻസെന്റീവ് ഉണ്ട്. അത് 10000 BV മാച്ച് ചെയ്യുമ്പോഴാണ്. CTയുടെ 3%. പോയിന്റ് വാല്യൂ ഏകദേശം 150 രൂപ. പിന്നെ ടൂർ ആൻഡ് ട്രാവൽ ഇൻസെന്റീവ്? അത് 25000 BV മാച്ച് ചെയ്യുമ്പോൾ CTയുടെ 6%. ഒരു പോയിന്റിന് ഏകദേശം 1100 രൂപ വരും. ഇത് 10 പോയിന്റ് വരെ മാസം നേടാം. ഓക്കെ, അപ്പോൾ 25000 BV മാച്ച് ചെയ്യുന്ന ഒരാൾക്ക് സൂപ്പർ സപ്പോർട്ടീവ് 10 പോയിന്റ്, ലീഡർഷിപ്പ് 5 പോയിന്റ്, ബിസിനസ് ബൂസ്റ്റർ 2 പോയിന്റ്, ടൂർ ആൻഡ് ട്രാവൽ 1 പോയിന്റ്, ഇതെല്ലാം കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയാണ്. അതാണ് അതിന്റെ ഒരു രീതി. നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും താഴെയുള്ള ഇൻസെന്റീവുകൾക്ക് കൂടി യോഗ്യത നേടിക്കൊണ്ടിരിക്കും. ഇതിലും വലിയൊരു ഇൻകം ലെവൽ ഉണ്ടോ? ഉണ്ട്. യൂണിവേഴ്സൽ ബോണസ്. അതെന്താണ്? അത് 50000 BV മാച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. CTയുടെ 15% ഇതിനായി മാറ്റിവെക്കുന്നത്. 15%? അത് വലിയൊരു ശതമാനമാണല്ലോ. അതെ, അതുകൊണ്ട് തന്നെ പോയിന്റ് വാല്യൂവും കൂടുതലാണ്. ഏകദേശം 4000 രൂപ ഒരു പോയിന്റിന് കിട്ടും എന്നാണ് പറയുന്നത്. 4000 രൂപ? ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് പോയിന്റ് ലിമിറ്റില്ല. പരിധിയില്ല. അൺലിമിറ്റഡ് പോയിന്റ്സ് നേടാം. അതെ, നിങ്ങളുടെ ടീമിന്റെ വലിപ്പമനുസരിച്ച് എത്ര പോയിന്റ് വേണമെങ്കിലും നേടാം. ഇത് ശരിക്കും ലീഡേഴ്സിനെ ഉദ്ദേശിച്ചുള്ള ഒരു വലിയ ഇൻസെന്റീവാണ്. ഈ യൂണിവേഴ്സൽ ബോണസ് ഒരു പ്രധാന ടാർഗറ്റ് ആയിരിക്കുമല്ലേ? തീർച്ചയായും. കാരണം ഇത് നല്ലൊരു വരുമാനം നൽകുന്നുണ്ട്. കൂടാതെ മറ്റു ചില വലിയ ഫണ്ടുകൾക്ക് യോഗ്യത നേടണമെങ്കിൽ ഇത് സ്ഥിരമായി നേടേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? കാർ ഫണ്ടും ഹൗസ് ഫണ്ടും? അതെ. കാർ ഇൻസെന്റീവ് നേടണമെങ്കിൽ നിങ്ങൾ തുടർച്ചയായി 2 മാസം യൂണിവേഴ്സൽ ബോണസ്, അതായത് 50000 BV മാച്ചിങ് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, 2 മാസം കണ്ടിന്യൂസ് ആയിട്ട്? അതെ. അങ്ങനെ യോഗ്യത നേടിയാൽ പിന്നീട് ഓരോ തവണ യൂണിവേഴ്സൽ ബോണസ് നേടുമ്പോഴും മറ്റെല്ലാ ഇൻസെന്റീവുകൾക്കും പുറമെ ഒരു കാർ ഫണ്ട് പോയിന്റ് കൂടി കിട്ടും. അതിനെത്രയാണ് വാല്യൂ? ഇത് CTയുടെ 8.5% വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റിന് ഏകദേശം 2300 രൂപ എന്ന് പറയുന്നു. കൊള്ളാം. അപ്പോൾ യൂണിവേഴ്സൽ ബോണസ് നേടുന്നതിനൊപ്പം ഇതും കിട്ടും. ഇനി ഹൗസ് ഫണ്ടോ? ഹൗസ് ഫണ്ടിന് കുറച്ചുകൂടി കടമ്പയുണ്ട്. തുടർച്ചയായി 4 മാസം യൂണിവേഴ്സൽ ബോണസ് നേടണം. 4 മാസം? അതെ. അങ്ങനെ യോഗ്യത നേടിയാൽ പിന്നീട് യൂണിവേഴ്സൽ ബോണസ് നേടുമ്പോഴെല്ലാം കാർ ഫണ്ട് പോയിന്റിനൊപ്പം ഒരു ഹൗസ് ഫണ്ട് പോയിന്റും CTയുടെ 5%, മൂല്യം ഏകദേശം 1800 രൂപ അധികമായി ലഭിക്കും. അപ്പോ 50000 BV മാച്ച് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ, കാർ, ഹൗസ് ഈ 3ഉം കിട്ടാൻ സാധ്യതയുണ്ട് യോഗ്യത നേടിയാൽ. ശരിയാണ്. ഇതിലൊരു ഇളവ് പറയുന്നുണ്ടല്ലോ, തുടർച്ചയായി 4 മാസം പറ്റിയില്ലെങ്കിൽ. അതൊരു പ്രധാന പോയിന്റാണ്. തുടർച്ചയായി 4 മാസം യൂണിവേഴ്സൽ ബോണസ് നേടാൻ പറ്റിയില്ലെങ്കിൽ, പക്ഷേ ഒരു 6 മാസത്തിനുള്ളിൽ ആകെ 4 തവണ നിങ്ങളത് നേടിയാൽ മതി. ഉദാഹരണത്തിന് ജാനുവരി, ഫെബ്രുവരിയിൽ നേടി, മാർച്ച്, ഏപ്രിലിൽ നടന്നില്ല. പക്ഷേ മെയ്, ജൂൺ മാസങ്ങളിൽ വീണ്ടും നേടിയാൽ 6 മാസത്തിനുള്ളിൽ 4 തവണയായല്ലോ. അപ്പോൾ ജൂലൈ മാസത്തെ പേ ഔട്ടിൽ നിങ്ങൾക്ക് ഹൗസ് ഫണ്ട് കിട്ടിത്തുടങ്ങും. ഓക്കെ, അത് ബിസിനസ്സിലെ കയറ്റിറക്കങ്ങളെ മാനിക്കുന്ന ഒരു നല്ല ഇളവാണ്. അതെ, ലീഡേഴ്സിനെ നിലനിർത്താൻ അത് സഹായിക്കും. നമുക്ക് ഈ 50000 BV മാച്ച് ചെയ്യുന്ന ഒരാളുടെ ഒരു മാസത്തെ ഏകദേശ വരുമാനം ഈ റീപർച്ചേസ് ഇൻസെന്റീവ്സ് വെച്ചൊന്ന് നോക്കിയാലോ? ഡയറക്റ്റ് സെല്ലർ ഇൻകം കൂട്ടണ്ട. നോക്കാം. അപ്പോൾ അയാൾ ഹൗസ് ഫണ്ടിനും കാർ ഫണ്ടിനും യോഗ്യത നേടിയിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ. അപ്പോൾ ഹൗസ് ഫണ്ട് ഒരു പോയിന്റ് 1800 രൂപ = 1800 രൂപ. ശരി. കാർ ഫണ്ട് ഒരു പോയിന്റ് 2300 രൂപ = 2300 രൂപ. യൂണിവേഴ്സൽ ബോണസ് ഒരു പോയിന്റ് 4000 രൂപ = 4000. ഓക്കെ. ടൂർ ആൻഡ് ട്രാവൽ 50000 BVയിൽ 25000ന്റെ 2 പോയിന്റ് വരും. അപ്പോൾ 2 ഗുണം 1100 രൂപ = 2200 രൂപ. ശരിയാണ്. ലീഡർഷിപ്പ് ഇൻസെന്റീവ് 5000ന്റെ 10 പോയിന്റ് 10 ഗുണം 225 രൂപ = 2250 രൂപ. അതെ. ബിസിനസ് ബൂസ്റ്റർ 10000ന്റെ 5 പോയിന്റ് 5 ഗുണം 150 രൂപ = 750 രൂപ. റൈറ്റ്. സൂപ്പർ സപ്പോർട്ടീവ് ഇൻസെന്റീവ് 2500ന്റെ 20 പോയിന്റ് 20 ഗുണം 220 രൂപ = 4400 രൂപ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ
1800 പ്ലസ് 2300 പ്ലസ് 4000 പ്ലസ് 2200 പ്ലസ് 2280 പ്ലസ് 750 പ്ലസ് 4400 ഏകദേശം 17,700 രൂപ വരും. അതെ, ഏകദേശം അത്രയും വരും. ഇത് ഒരു മാസത്തെ ഈ പറഞ്ഞ BV മാച്ച് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഒരു വരുമാനമാണ്. ഇതിനോടൊപ്പം ഡയറക്റ്റ് സെല്ലർ ഇൻകം കൂടി വരും. പക്ഷേ ഈ 50,000 BV മാച്ച് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? നല്ലൊരു ടീം വർക്ക് വേണം. തീർച്ചയായും. അതിന് സ്ഥിരമായ പ്രവർത്തനവും വലിയൊരു നെറ്റ്വർക്കും ആവശ്യമാണ്. ഇനി പ്ലാനിൽ അവസാനം പറയുന്നൊരു ഇൻസെന്റീവ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഇൻസെന്റീവ്. ഇത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. 4 ലെഗ് വേണമെന്നൊക്കെ പറയുന്നു. അതെ, അതൊരു പുതിയ ഘടനയിലേക്ക് മാറുകയാണ്. അതെങ്ങനെയാണ്? ഇത് കിട്ടണമെങ്കിൽ 1,00,000 BV മാച്ച് ചെയ്യണം. 1,00,000? അതെ. അപ്പോ 1 പോയിന്റ് കിട്ടും. അതിന്റെ വാല്യൂ ഏകദേശം 6,000 മുതൽ 7,000 രൂപ വരെ വരാമെന്നാണ് പറയുന്നത്. ഇത് CTയുടെ 4%. പക്ഷെ കണ്ടീഷൻസ് ഉണ്ടല്ലോ. 4 ലെഗ്. അതെ, നിങ്ങൾക്ക് A, B, C, D എന്നിങ്ങനെ 4 ഡയറക്റ്റ് ലെഗുകൾ അല്ലെങ്കിൽ ടീമുകൾ ഉണ്ടാവണം. ഓക്കേ. അതിൽ തന്നെ നിബന്ധനകളുണ്ട്. ഏതെങ്കിലും ഒരു ലെഗിൽ മിനിമം 20,000 BV വേണം. മറ്റേതെങ്കിലും ഒരു ലെഗിൽ മിനിമം 10,000 BV എങ്കിലും വേണം. ഓക്കേ, 4 ലെഗും വേണം. അതിൽ 2 മിനിമം ടാർഗറ്റുമുണ്ട്. മാച്ചിങ് എങ്ങനെയാണ് ഇവിടെ കണക്കാക്കുന്നത്? അതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. ബൈനറി പോലെയല്ല. എങ്ങനെയാണ്? ട്രാൻസ്ക്രിപ്റ്റ് പറയുന്നത് ആദ്യം Aയും Bയും തമ്മിൽ മാച്ച് ചെയ്യും. അതിൽ കുറഞ്ഞ BV എടുക്കും. പിന്നെ Bയും Cയും തമ്മിൽ മാച്ച് ചെയ്യും. അതിലെ കുറഞ്ഞ BV. പിന്നെ Cയും Dയും തമ്മിൽ. ഓഹോ. ഈ 3 മാച്ചിങ്ങുകളുടെയും തുകയാണ് നിങ്ങളുടെ ആകെ മാച്ച്ഡ് BV ആയി കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? ട്രാൻസ്ക്രിപ്റ്റിലെ ഉദാഹരണം വെച്ച് A = 1,00,000, B = 70,000, C = 20,000, D = 10,000 BV ആണെന്ന് വെക്കുക. ഓക്കെ. അപ്പോ മാച്ചിങ് ANBയിൽ കുറഞ്ഞത് 70,000 പ്ലസ് BNCയിൽ കുറഞ്ഞത് 20,000 പ്ലസ് CNDയിൽ കുറഞ്ഞത് 10,000. ആകെ 1,00,000 BV മാച്ചായി. അപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ പോയിന്റ് കിട്ടും. മനസ്സിലായി. അതായത് ബൈനറിയിലെ പോലെ ഏറ്റവും കുറഞ്ഞ ലെഗിനെ മാത്രം ആശ്രയിച്ചല്ലേ ഇത്? പല ലെഗുകളിലെ ബിസിനസ് ഒരുമിച്ച് പരിഗണിക്കപ്പെടുന്നു. അതെ. ഇതിന്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷേ 2 ലെഗ് സിസ്റ്റത്തിനേക്കാൾ കുറഞ്ഞ ടോട്ടൽ ടീം BV വെച്ച് 1,00,000 മാച്ചിങ് നേടാൻ ഇത് സഹായിച്ചേക്കാം. എങ്ങനെ? മറ്റേ ഉദാഹരണം നോക്കൂ. 4 ലെഗിലും 33,500 BV വീതം വന്നാൽ ആകെ ബിസിനസ് 1,34,000 BV. പക്ഷേ മാച്ചിങ് 33,500 × 3 = 1,05,000 BV വരും. ഏകദേശം ഒരു പോയിന്റായി. ശരിയാണ്. ബൈനറി ആയിരുന്നെങ്കിൽ 33,500 BVയെ മാച്ച് ചെയ്യുമായിരുന്നുള്ളൂ. അതെ. പക്ഷേ 4 ലെഗുകൾ ഒരുപോലെ കൊണ്ടുപോവുക എന്നത് കൂടുതൽ ശ്രമകരമായ ജോലിയാണ്. തീർച്ചയായും. കൂടുതൽ ആളുകളെ മാനേജ് ചെയ്യേണ്ടി വരും. ഈ ലെവലിൽ ഏകദേശം 2.7 ലക്ഷം രൂപയുടെ ബിസിനസ് ഉൽപ്പന്നങ്ങളുടെ BV 50% ആണെങ്കിൽ നടക്കുമ്പോൾ ഏകദേശം 40,000 രൂപ പേഔട്ട് കിട്ടുമെന്നാണ് വീഡിയോ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ കണക്കുകൂട്ടൽ കുറച്ച് സങ്കീർണമാണ്. വീഡിയോ ഒന്നുകൂടി കാണുന്നത് നല്ലതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതെ. അപ്പോ നമ്മുടെ ടീം എക്സ്പ്ലാന്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയി. രജിസ്ട്രേഷൻ, ആദ്യ വരുമാനം, ഫാസ്റ്റ് സ്റ്റാർട്ട്, CNC, പിന്നെ റീപർച്ചേസിലെ പല തട്ടുകളിലുള്ള ഇൻകം. അതെ. സൂപ്പർ സപ്പോർട്ടീവ് മുതൽ യൂണിവേഴ്സൽ ബോണസ്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ലൈഫ് സ്റ്റൈൽ ഇൻസെന്റീവ് വരെ. ഈ പ്ലാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ വിജയമെന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലേ? തീർച്ചയായും. സ്ഥിരമായി ബിസിനസ് വോളിയം കൊണ്ടുവരണം. അത് പുതിയ ആളുകളെ ചേർക്കുന്നതിലൂടെയും നിലവിലുള്ളവർ വീണ്ടും വാങ്ങുന്നതിലൂടെയുമാണ്. പിന്നെ ടീം ഘടന, ലെഗുകൾ ബാലൻസ് ചെയ്യണം. അതെ, പ്രത്യേകിച്ച് ബൈനറി ഘടനയിൽ സ്ഥിരതയോട് പ്രവർത്തിക്കണം. കാരണം ഉയർന്ന ബോണസുകൾക്ക് അത്യാവശ്യമാണ്. പിന്നെ കമ്പനിയുടെ വളർച്ചയും ഒരു ഘടകമാണ്. ശരിയാണ്. അപ്പോ ഈ പ്ലാനിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം. ഈ ബിസിനസ് പ്ലാനിൽ നിങ്ങളുടെ വിജയമെന്നത് നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളും ആളെ ചേർക്കൽ, വിൽപ്പന, നിങ്ങളുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതൊരു പ്രധാന ചോദ്യമാണ്. അതെ. സ്വന്തമായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിലെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയാണ്? ഈ പ്ലാനിൽ പറഞ്ഞിട്ടുള്ള വരുമാന സാധ്യതകൾ യാഥാർത്ഥ്യമാകാൻ എത്രത്തോളം പരിശ്രമം ആവശ്യമായി വരും? നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും കിട്ടുന്ന പ്രതിഫലം
അത് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒന്നായിരിക്കുമോ? ഇതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നല്ലതാണ്.